ഹലോ മൈ ഗൈസ്, വീണ്ടും ഞാൻ തന്നെ. അപ്പം നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ബ്രില്ലറിൻ്റെ തന്നെ ഒരു ഫേസ് മോയ്സ്ചറൈസിങ് ക്രീമാണ് ആദ്യം തന്നെ പൊട്ടിച്ചപ്പം തന്നെ കുറേ ഇറങ്ങി വന്നതാണ് നിങ്ങൾക്ക് കണ്ട ദൃശ്യം. ബൈ ദ വേ, എനിക്ക് ഈ സ്കിൻ കെയറോ മേക്കപ്പിനോടോ വലിയ വിവരമൊന്നുമില്ല. കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനും ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. സോ ഇതൊക്കെ ഇങ്ങനെ എനിക്കറിയാം, കണ്ണിൻ്റെ മണ്ടയിലൂടെ ഒന്നും ഇങ്ങനെ ചെയ്തുകൂടാ, പക്ഷേ ഞാനിങ്ങനെയാണ് ഇട്ട് എന്തായാലും ലാഭിക്കണ്ടേ. പിന്നെ അടുത്ത് തന്നെ അവരുടെ തന്നെ ഒരു സൺസ്ക്രീനാണ് ഇടുന്നത്. ആക്ച്വലി പറയാനാണെങ്കിൽ ഈ സൺസ്ക്രീൻ പോലും ഞാൻ ഈ ഒരു മാസമായിട്ടാണ് ഇടാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഈയിടെയായിട്ടാണ് ഞാൻ ഇടാൻ തുടങ്ങിയത്. ഇതില്ലാതെ വെളിയിലോട്ട് ഇറങ്ങിപ്പോയാൽ കരിൻസ് പോകും എന്ന് ഞാൻ കേട്ടു, അതുകൊണ്ട് മാത്രം. പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് കോമ്പാക്റ്റ് പൗഡറാണ്. യഥാർത്ഥത്തിൽ എനിക്കറിയാം ഇത് ഇങ്ങനെ ഇട്ടുകൂടാ, നമ്മൾ മറ്റേ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷമാണുള്ളതെന്ന്. പക്ഷേ ഒരു പൗഡറി എഫക്റ്റ് കിട്ടാനായിട്ടാണ്. കൺസീലറൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതെൻ്റെ കയ്യിലില്ല, അത് വേറെ സത്യം. അതുകൊണ്ട് പക്ഷേ ഫൗണ്ടേഷൻ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ അത് ഇടാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇനിയുള്ളത് ബ്ലഷ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഒരു കല്യാണത്തിന് പോകുമ്പോഴേ എടുത്തുള്ളൂ. അടുത്ത കടയിൽ പോകാനായിട്ട് ഞാൻ ഇടുന്നത്. എന്ത് ചെയ്യാനാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പോയില്ല, എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കിട്ടണ്ടേ, അതുകൊണ്ട് മാത്രമായിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും അല്ല പോകുന്നത്. ഇനി നമുക്കിങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ബ്ലഷ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നുള്ളത് മതി. പിന്നെ ഉള്ളത് ലിപ്സ്റ്റിക്ക്. ഇത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ലിപ്സ്റ്റിക് പേഴ്സൺ അല്ല. എൻ്റെ കൂടെ പഠിച്ച പിള്ളേർക്കാണെങ്കിലും എന്നെ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിലും അറിയാം, ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് അങ്ങനെ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ന്യൂഡ് ഷെയ്ഡ് ആണെങ്കിലും എന്തെന്ന് പറഞ്ഞാലും ഞാനത് ചുണ്ടിനകത്ത് ഒട്ടും ഇല്ലാത്ത രീതിക്കിനെ ആക്കത്തുള്ളൂ. കണ്ട അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് നേരത്തെ ഉള്ള യഥാർത്ഥ ലിപ്പുമായിട്ട് എന്താ ഒരു വ്യത്യാസമൊന്നും. ഒരു വ്യത്യാസവും ഇല്ല. ഇനി നമുക്ക് മസ്കാര ഇടാം. ഐലൈനർ ഞാൻ ഇടാറില്ല, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ. അതുകൊണ്ട് മസ്കാര ഉപയോഗിക്കുന്നത് വേണ്ടി കണ്ണ് ദിങ്ങനെ ആക്കണം. എന്നാലേ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ആ കൺപീലി അങ്ങനെ ആവത്തുള്ളൂ. അപ്പം നമുക്ക് മസ്കാരയും അടച്ചു വെച്ചു കഴിയുമ്പോഴത്തേക്കും ദേണ്ടേ റെഡിയായി. യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ റെഡി ആവുന്നത്. കുളിച്ച് വരും, പിന്നെ എങ്ങനെയെങ്കിലും ഇറങ്ങി പോകും, അത് തന്നെ. അപ്പം ഇങ്ങനത്തേക്ക് അത്രയേ ഉള്ളൂ. അപ്പം ശരി, എന്നാൽ ടാറ്റാ.